ഈ കാര്യത്തിൽ താങ്കൾ പറയുന്നത് പോലെ ആദ്യം ഒരു പരാതി കൊടുക്കുകയാണ്. അതിനുശേഷം ആണ് ഈ പെൺകുട്ടികൾ മറ്റൊരു പരാതി, ഒരു കൗണ്ടർ പരാതി തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ പോലീസിൽ ഇങ്ങനെ ഒരു പരാതി താങ്കൾ കൊടുത്തതിന് ശേഷം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ നടപടി എന്താണ്? താങ്കൾ തെളിവുകൾ ഉൾപ്പെടെ എല്ലാം നൽകിയിട്ടുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. പോലീസിൻ്റെ ഭാഗത്തുനിന്നാണ്. അതെ അതെ അല്ല, ഞങ്ങളെ സ്വാഭാവികമായിട്ട് മൊഴിയെടുക്കാൻ പിടിപ്പിക്കില്ല. അങ്ങനെ ഞാൻ സ്റ്റേഷനിൽ പോയിരുന്നു, മ്യൂസിയം സ്റ്റേഷനിൽ. അവിടെ ചെന്ന് മൊഴി കൊടുത്തിട്ട് തിരിച്ചു പോവുകയായിരുന്നു. ശരി, അപ്പോൾ അതിനുശേഷം പിന്നീട് അതിൽ എന്താണ് അവരുടെ അടുത്ത നടപടി? അവർ ഈ പെൺകുട്ടികളെ വിളിച്ച് ചോദ്യം ചെയ്യുക, അങ്ങനെയുള്ള അതിൻ്റെ തുടർ നടപടികളുണ്ടല്ലോ. ആ ഫോളോ അപ്പ് ആക്ഷൻ എന്താണ് എന്നുള്ളതിലൊക്കെ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്തിരുന്നു? അത് ഞങ്ങളവിടെ പോകുമ്പോൾ അവരും ഇല്ല, അവിടെ നിന്ന് അപ്ഡേഷനൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അന്ന് മൊഴി കൊടുക്കാൻ പോയ സമയത്ത് അവരെല്ലാവരും അവിടെ നിൽക്കുന്നത് കണ്ടിരുന്നു. അവരെ അവിടെ എത്തി CI ഞങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ചായിരുന്നു മുറിയിൽ കൊണ്ടുവന്നിരുന്നു അദ്ദേഹത്തിൻ്റെ. എന്നിട്ട് രണ്ടുപേരോടും സംസാരിക്കുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഞങ്ങൾ എല്ലാ തെളിവും ഞങ്ങളുടെ കൈവശമുള്ള വീഡിയോയും മറ്റൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അന്ന് തന്നെ ഞങ്ങൾക്കറിയാമായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് വലിയ നീതി കിട്ടുന്നില്ല. കാരണം ഇവരുടെ കൂടെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്ന പ്രകാരമാണ് ഈ കുട്ടികൾ സംസാരിക്കുന്നതൊക്കെ. അതിന് ശേഷം ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി മൊഴി കൊടുത്തു, ഞങ്ങൾ പോയി. സ്വാഭാവികമായിട്ടും അവരുടെ മൊഴി എടുത്ത് കാണാം. പക്ഷേ ഇത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ഫോൺ വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ ആ തെളിവാണ് ഈ തെളിവാണ്, അങ്ങനെ ഞങ്ങളുടെ എല്ലാ ഓഫീസുകളും എല്ലായിടത്തും കഴിഞ്ഞ 2 ദിവസമായിട്ട് പോലീസ് വരുമെന്ന് ആ വീഡിയോ അതെ, ഇപ്പോൾ ഈ നീതി കിട്ടില്ല എന്ന് താങ്കൾക്ക് തോന്നി എന്ന് പറയുന്നതിന് അതെന്തുകൊണ്ടാണ് കൃഷ്ണകുമാർ? അല്ല, സ്വാഭാവികമായിട്ടും ഇന്നിപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ആ പരാതി കൊടുത്ത ആൾ തെളിവ് സഹിതം കൊടുത്തിരിക്കുന്നു, ഇത്രയും സാമ്പത്തികം പോയിരിക്കുന്നു, ഇതാണ്. അതിനെതിരെ ഒരു നടപടി എടുത്തതായിട്ട് കാണുന്നില്ല. എന്നാൽ കൗണ്ടർ പരാതി കൊടുത്തവർ അവരുടെ നടപടി പ്രകാരം ഞങ്ങൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് വെച്ച് വാറണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നു. അപ്പോൾ പിന്നെ ന്യായം അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ആ ഉദ്യോഗസ്ഥരിൽ നിന്ന്. അതെ, അപ്പോൾ ആ കേസിന്റെ വിശദാംശങ്ങൾ താങ്കൾക്ക് കിട്ടിയോ? ഈ കൗണ്ടർ പരാതിയുടെ പേരിൽ താങ്കൾക്കെതിരെ, കുടുംബത്തിനെതിരെയൊക്കെയാണ് അല്ലേ? ഇല്ല, ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഇതുവരെ പിന്നീടാണോ താങ്കൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചത്? അല്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഗുരുതരാവസ്ഥ മനസ്സിലായത് കൊണ്ടാണ്. അതെ, കാരണം വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഞാൻ ഓഫീസിൽ പതുപോലെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ മാധ്യമ സുഹൃത്തുക്കൾ 2 വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇങ്ങനെ 24 ന്യൂസ് ചാനലിൽ ഇങ്ങനെ ഒരു വാർത്ത വരുന്നു കൃഷ്ണകുമാർ, ഇത് എന്താണ്? അപ്പം നമ്മളിത് അറിയുന്നുമില്ല, കാരണം നിങ്ങൾ നമ്മളെ സമീപിച്ചിട്ടില്ല, അപ്പോൾ നമ്മൾ അറിഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞു, ഞങ്ങളെല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട്, ഞങ്ങൾക്ക് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ ഒരു വാർത്ത കിട്ടി. അപ്പോൾ ഞാൻ വന്നോളൂ, കാരണം ഇതുവരെ ഞാൻ മിണ്ടാതിരിക്കാമെന്ന് ചോദിച്ചു. പക്ഷേ ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ എൻ്റെ വശം കൂടി ആൾക്കാർ കേൾക്കണം. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞൊരു തിരിച്ചറിവുള്ളവർ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഈ രാഷ്ട്രീയത്തിലും സിനിമയിലും നിൽക്കുന്നവരാകുമ്പോഴത്തേക്ക് നമ്മുടെ ഭാഗത്തേക്ക് നമ്മൾക്കെതിരെ ആരോപണം വരുമ്പോൾ നമ്മൾ കുറ്റക്കാരാണെന്ന് ആൾക്കാർക്ക് ആദ്യം ചിലപ്പോൾ തോന്നിയെന്ന് വരും. അപ്പോൾ അത് തിരുത്തേണ്ട ബാധ്യത എനിക്കുള്ളതുകൊണ്ടാണ് പത്രക്കാരുമായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചത്, മാധ്യമമായിട്ടും. അതെ, അപ്പോൾ അതായത് താങ്കൾക്കും കുടുംബത്തിനുമെതിരെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകൽ കേസ് വരുന്നു എന്ന് പറയുന്ന തരത്തിലേക്ക് മാധ്യമങ്ങൾക്ക് വിവരം കിട്ടുമ്പോൾ അത് ഉണ്ടാക്കുന്നൊരു വിഷമം, അല്ലെങ്കിൽ അതൊരു മാനഹാനി ഉണ്ടാക്കൽ തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഞാൻ എപ്പോഴും എനിക്ക് ഈ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ എനിക്ക് തകർന്നു പോകാനോ അല്ലെങ്കിൽ ദുഃഖിച്ചിരിക്കാനോ ഒളിച്ചിരിക്കാനോ ഒന്നും ഇഷ്ടമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ വരും, അതും കഴമ്പില്ലാത്ത ആരോപണങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എങ്ങനെയാണ് ഇതുവരെ ജീവിച്ചതെന്ന് കൃത്യമായി എനിക്കും അറിയാം, കുടുംബത്തിനും അറിയാം. അപ്പം നമുക്കെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ ഈ ആരോപണം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് നമ്മളെ ക്ലിയർ ചെയ്യാൻ പോകുന്നൊരു സംഭവമാണ്. നമ്മളെ വലിയൊരു അപകടത്തെ ഒഴിവാക്കി നമ്മളെ മേലോട്ട് പറക്കാൻ പോകുന്ന ഒരു നല്ല സമയം വരുന്നതിന് മുമ്പ് വരുന്നത്. കാരണം ഈ ഉദ്യോഗസ്ഥൻ, ഞാൻ ഒരിക്കലും പോലീസ് എന്നൊരു വാക്കുപോലും നിങ്ങൾ ഉപയോഗിക്കരുത്. കാരണം പോലീസ് സേനയെ നമ്മൾ നിർവീര്യമാക്കരുത് നമ്മുടെ വാക്കുകൊണ്ട് പോലും. പോലീസ് എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു സംഘടനയാണ്. ഇവിടെ എല്ലാ യൂണിഫോം ഇട്ടവരെയും നമ്മൾ ബഹുമാനിക്കുന്നവരാണ്. ഇത് 1-2 പുഴുക്കുത്തുകൾ വരും, അത് ഇതിനകത്തും വരും. സിനിമയിലുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്, ജീവിതത്തിൽ തന്നെ ഉണ്ട്. അത്തരം ഒരു ഉദ്യോഗസ്ഥൻ എന്തുകൊണ്ട് ഇങ്ങനെ വശംവദനാകുന്നു ഇവർക്ക് വേണ്ടി എന്നുള്ളത് നമുക്കറിയുന്നില്ല. ഇതിന് പിന്നിൽ വേറെന്തോ ഉണ്ട്. മേ ബി ഞാനൊരു രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതായിരിക്കാം, അദ്ദേഹത്തിന് അതുപരമായി അങ്ങനത്തെ വല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എനിക്കറിയത്തില്ല. അപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ, നീതി ന്യായവും നടപ്പാക്കേണ്ടവർ, സുരക്ഷയും സംരക്ഷണവും കൊടുക്കേണ്ടവർ ഇങ്ങനെ തെറ്റുമ്പോൾ, അവരുടെ തീരുമാനങ്ങൾ തെറ്റുമ്പോൾ അത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കും. അപ്പോഴാണ് എനിക്ക് ഇതും കൂടി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഗുരുതരമായ സംഭവങ്ങൾ നമുക്കെതിരെ കൊണ്ടുവരുന്നുണ്ട്, ഇതിന് പിന്നിൽ വേറെ ആരോ ഉണ്ട്. അപ്പം നമുക്ക് സമീപിക്കാവുന്ന ആരെയാണ്? ഇവിടുത്തെ ഏറ്റവും ഉന്നതനായ വ്യക്തി ആരാണ്?
നമ്മുടെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസിനെ തന്നെ സമീപിച്ചു. പക്ഷേ എൻ്റെ മനസ്സുപോലെ തന്നെ അവിടെ നിന്ന് ഏറ്റവും പോസിറ്റീവായതും ഉറപ്പുള്ള കുറച്ച് വാക്കുകളും തീരുമാനങ്ങളും അവിടെ നിന്ന് അറിയിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇരിക്കുന്നത്. ഞാൻ അതുകൊണ്ടല്ലേ ഞാൻ പറയാം, നിങ്ങൾക്ക് കൊണ്ടുപോകാം. കാരണം ആ ഉദ്യോഗസ്ഥൻ ശനിയാഴ്ച നോക്കി ഒരു വാറണ്ട് ഇടുക. അവർക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, പത്രക്കാർക്ക്, മാധ്യമത്തിൻ്റെ ആൾക്കാർക്ക് നല്ലപോലെ അറിയാമല്ലോ എന്തിനാ ഈ ശനിയാഴ്ച വാറണ്ട് ഇടുന്നതെന്ന്. ഈ കുടുംബത്തിന് മൊത്തം അങ്ങ് കൊണ്ടിടാമെന്ന് വിചാരിച്ചു. അത് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പോണേ പോവും, വിധിച്ചിട്ടുണ്ടെങ്കിൽ പോവും. പക്ഷേ ഇതൊക്കെ വളരെ തെറ്റായ സംഭവമാണ് ഇത്തരം ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. ഹോൾ സേനയ്ക്ക് തന്നെ ചീത്തപ്പേരുണ്ടാക്കുന്ന ഇത്തരം ആൾക്കാർ, ഇവർക്കെതിരെ ഒരു അന്വേഷണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം, നടപടിയെടുക്കുന്നതാണ് വിനീതമായ അഭ്യർത്ഥന. അതെന്തുകൊണ്ടായിരിക്കാം അങ്ങനെ? അത് ഒരുപക്ഷെ താങ്കളുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ താങ്കളുടെ പൊതുപ്രവർത്തനത്തിലുള്ള ആ ഒരു താങ്കൾ അത്രയും പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്ന ഒരാളാണ്, അതോ താങ്കളൊരു നടനാണ്, താങ്കളൊരു സെലിബ്രിറ്റിയാണ്, കുടുംബം ഒക്കെ സെലിബ്രിറ്റികളാണ്? ഏത് ഘടകമായിരിക്കാം? എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ താങ്കളെ മനഃപൂർവ്വം ഉന്നം വെച്ചുകൊണ്ട്, ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങനെ ഒരു നീക്കം നടന്നു എന്ന് താങ്കൾ സംശയിക്കുന്നുണ്ടല്ലോ? ആരോ ഇതിന് പിന്നിലുണ്ട്. അതെന്തായിരിക്കാമെന്ന് താങ്കൾക്കൊരു കുറച്ചുകൂടി വ്യക്തതയോടെ പറയാൻ പറ്റുമോ ഈ സമയം, കൃഷ്ണകുമാർ? ഒന്നും തോന്നുന്നില്ല, ക്ഷമിക്കുക. കാരണം എന്നറിയോ, ഒരു സംശയം പോലും നമുക്ക്, അതായത് ഒരു കാരണം വേണം. ജീവിതത്തിൽ ഞാൻ ആദ്യമായാണ് അദ്ദേഹത്തെ കാണുന്നത് പോലും. ഒന്ന് ആലോചിക്കുക. ഞാൻ ചെല്ലുമ്പോൾ എയർപോർട്ടിൽ പോയാലും അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥനൊക്കെ ആദ്യം വിഷയം അങ്ങോട്ട്. ഇതെൻ്റെ ജീവിത രീതിയാണ്. എൻ്റെ അച്ഛൻ നേവിയിലായിരുന്നു. എൻ്റെ കുടുംബത്തിൽ 10-60ഓളം പേര് ഇന്ത്യൻ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. അപ്പം നമ്മളെല്ലാം ശീലിച്ചതാണ്, എവിടെ ചെന്നാലും വിഷയം. ഇദ്ദേഹം വന്നപ്പോഴും ഞാൻ എണീറ്റ് വിഷ് ചെയ്തതാണ്. മാത്രമല്ല, നമ്മളൊരു 10-36 കൊല്ലം പൊതുരംഗത്ത് നിൽക്കുന്നവരാകുമ്പോഴത്തേക്ക് നമുക്കറിയാം പോലീസുകാർ എങ്ങനെയാണ് നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്. എൻ്റെ 56 വർഷത്തെ ജീവിതത്തിൽ പോലീസുകാർ ഏറ്റവും നല്ല രീതിയിൽ എൻ്റെ എവിടെയും പെരുമാറിയിട്ടുണ്ട്. അത് കൊച്ചു പയ്യന്മാരോട്ട് വലിയ സീനിയർ ഓഫീസർമാർ വരെ. അപ്പോൾ അവിടെ നിന്ന് തന്നെ ആദ്യമേ തെറ്റി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സൈഡിൽ നേരത്തെ പറഞ്ഞില്ല, ഏതൊരു രാഷ്ട്രീയ പ്രവർത്തനം ഇരുന്ന് ഈ കുട്ടികളെ പറഞ്ഞു പഠിപ്പിച്ച് കാര്യങ്ങൾ പറയിക്കുന്നു. പുള്ളി അത് വളരെ കാര്യത്തോടെ കേൾക്കുന്നു, നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല. മാത്രമല്ല, നോക്കൂ, ഇപ്പം തന്നെ ഈ നടപടി വന്നിരിക്കുന്നു. ഈ നടപടി സാധാരണ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യുന്നതാണ്. നീതിയും ഇതും ന്യായവും നോക്കുന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യുന്ന നടപടിയാണോ? കൗണ്ടർ കേസ്. തെളിവുകളൊന്നും അവർക്ക് കൊടുക്കാനില്ല. ഇപ്പം തന്നെ അവർ ആ കുട്ടികളൊന്ന് ചാനലിൽ സംസാരിച്ചു. എന്തെങ്കിലും വ്യക്തമായൊരു തെളിവല്ലാതെ, അതായത് ആരോപണം ഉന്നയിക്കുക, അതിങ്ങനെ സംസാരിച്ചു പോകാം. വ്യക്തമായ ഒരു തെളിവ് ആ കുട്ടികൾ കാണിക്കാനുണ്ടോ? അതുകൊണ്ടാണ് നിവർത്തിയില്ലാതെ ഈ ജാതി കാർഡൊക്കെ എടുത്തിരുന്നത്. ഇത് നമുക്കറിയാം. ഈ ജാതി മതമൊക്കെ നമുക്കറിയാം. ഇതൊക്കെ ജീവിതത്തിൽ അവസാനം ഉപയോഗിക്കേണ്ട വാക്കുകളാണ്, അവസാനം ഉപയോഗിക്കേണ്ടത് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ. ഇതെല്ലാം തിരിച്ചടിയായിട്ട് വരും, കൗണ്ടർ കേസ് അവർക്ക് വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും തെളിയിക്കാൻ പറ്റില്ല. ആരോപണം ഉന്നയിക്കാൻ വളരെ എളുപ്പമാണ്, തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ്. കോടതിയിലോട്ട് പോകുമ്പോൾ ഇമോഷണലായിട്ടൊന്നും നടക്കത്തില്ല, അവിടെ സയൻറ്റിഫിക് പ്രൂഫ് വേണ്ടി വരും. ഇനി അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു പടി മുന്നോട്ടില്ല. ആ മുന്നോട്ട് വെച്ചാൽ മുന്നോട്ട് തന്നെ, ഇനി പിന്നോട്ടില്ല.